നാഗവല്ലി എന്ത് തുറച്ചു നോക്കുന്നത്? മനുഷ്യരെ കണ്ടിട്ടില്ലേ? അയ്യോ, മനുഷ്യരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു കോലത്തെ ആദ്യമായിട്ട് കാണാം. ഹലോ, ഇത് ഭൂട്ടാൻ മുദ്രയാണ്, ഭൂട്ടാൻ മുദ്ര. അയ്യോ, ഭൂട്ടാൻ ലോട്ടറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഭൂട്ടാൻ മുദ്ര എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. വാക്കുകൊണ്ട് കസർത്ത് കാണിക്കാതെ അംഗം അങ്ങ് തട്ടിൽ കാണാം. തട്ടയിലോ കൈപ്പട്ടൂരോ കടവ് ജംഗ്ഷനിലോ എവിടെ വേണേലും ഞാൻ കാണാൻ ഇത് ഭൂട്ടാൻ മുദ്രയാണ്, ഭൂട്ടാൻ മുദ്ര. അവിടെ വരുമ്പോ കാണാം, എല്ലാം കണ്ടാ മതി. കാണാം. പ്രോഗ്രാമിനാണെങ്കിൽ ഞാൻ കോണ്ടാക്കാം. അല്ല, വണ്ടി വരും. വണ്ടി വരില്ല. ഉറപ്പാണല്ലേ? പിന്നെ ജയമർ സാറ് പറഞ്ഞിട്ടുണ്ട്, വണ്ടി വരും. പൊക്കോ പാപ്പാ. അവരെ കാണാനില്ലല്ലോ അമ്മ. പ്രോഗ്രാം കഴിഞ്ഞ് കാണത്തില്ലായിരിക്കും, കഴിയുമ്പോ അവരിഞ്ഞ് വരും. അയ്യോ അയ്യോ, എന്താ പറ്റിയടാ? എന്താ പറ്റി? പ്രക്ഷോഭന് ഞങ്ങളെ പകുതിക്ക് ഇറക്കി വിട്ടിട്ട് പോയി. പതുക്കെ പറ, ശ്വാസം വിട്ട് പറ. പ്രക്ഷോഭന് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പകുതിക്ക് ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് പോയി. ഞങ്ങൾ അവിടെ നിന്ന് 2-2.5 കിലോമീറ്റർ മാക്കിന് നടന്നു. അവിടെ ചെന്ന് കയറി ഞങ്ങളെ സമ്മേളനം അങ്ങോട്ട് കഴിയാനും പെട്ടെന്ന് തന്നെ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞ് പെട്ടെന്ന് തുടങ്ങിക്കോ മത്സരം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നൃത്തമായിരുന്നു ആദ്യം. എന്നിട്ട് വളരെ ഗംഭീരമായിട്ടൊക്കെ തുടങ്ങി. ഞാനൊരു ചവിട്ട് ചവിട്ടുമ്പോ, ഞാൻ 2 ചവിട്ട് ചവിട്ടാം, പിന്നെ ഞാൻ 3 ചവിട്ടുമ്പോ, ഞാൻ 4 ചവിട്ടാം. ചവിട്ടി 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 10 ചവിട്ടായപ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് മറ്റേ കളവന്മാരുടെ പുരാതന കവികളുണ്ടല്ലോ, അയ്യോ മഹാഭാവികൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. കളവന്മാരൊന്നും പറയാൻ പറ്റൂല. ഇല്ല എന്താ എന്റെ കൊച്ചമ്മ ഒരു വൻ വിഷയം അവിടെ. ഞാൻ പറഞ്ഞില്ലേ കൊച്ചമ്മ, നമ്മളെ സമ്മേളനം അനുകൂലമാക്കാമോ നോക്കുന്നു. അവരെല്ലാം കൂടെ 10-60 പേര് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, നീ ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞ ആ ശബ്ദം മാത്രമേ കേൾക്കൂ. അടീന്ന് പറഞ്ഞ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ കല്ലേറായിരുന്നമ്മ. കൊള്ളാതെ പോയത് ദൈവാധീനം, കൊച്ചമ്മയുടെ പ്രാർത്ഥന. നീ പറഞ്ഞ പോലീസ് സംരക്ഷണമൊന്നും ഇല്ലായിരുന്നു. അതമ്മേ, ലാത്തി ചാർജ് വന്നപ്പോഴത്തേക്ക് ഉസൈൻ ബോൾട്ടിന്റെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ ഓടാൻ തുടങ്ങി. ഓട്ടം എന്ന് പറഞ്ഞ എന്റെ പൊന്നു കൊച്ചമ്മ, 6ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തായിരുന്നു. അതൊന്നുമല്ല ഓട്ടം, 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നേരെ ഓടി ഇവിടെ കയറിയിട്ട് ഈ 2 തേരി ഉണ്ടല്ലോ കൊച്ചമ്മ, എങ്ങനാ വന്നെന്ന് എനിക്കറിഞ്ഞൂടേ. എന്നാലും ഈ പ്രശോഭിത എന്തോന്ന് കാണിച്ചത്? അയ്യോ, ഏട്ടനുണ്ടായിരുന്നു, ഏട്ടനും കൊണ്ടുവരികയായിരുന്നു. പിന്നെ ഞങ്ങൾ വലിച്ചെടുക്കാൻ പാടുപെട്ട്. വേറൊരു കാര്യം പറയാം, പ്രസവം ബുദ്ധിപരം മാറിയതാണ്. അതെ. ഓ ഈശ്വരാ. സുരഭി മോളെ, ചക്കര ചേച്ചിക്ക് ഇച്ചിരി വെള്ളം ചാടി. ചേച്ചി വാ. അവളെ പിടിച്ച് അകത്തോണ്ട് കൊണ്ടു, ആരേലും ഒന്ന് പിടിച്ചു കൊണ്ടിട്ട് വെള്ളമൊക്കെ കൊടുക്ക്. എന്തൊരു ഗ്രഹപ്പഴയാണ് നോക്കണേ. അയ്യോ എടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.